ഒരു അൽത്താഫ് എന്ന് പറയുന്ന ഒരാൾ ചേരുന്നുണ്ട്. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഈ വീട്ടിൽ പ്രസവിച്ചവരെ സ്റ്റേജിൽ വിളിച്ച് ധീരോദാത്ത പ്രവർത്തനം നടത്തിയെന്ന് ആദരിച്ച ഈ അക്യുപങ്ചർ അക്കാഡമിയുടെ ആളാണ്. ശ്രീ അൽത്താഫ്, നിങ്ങൾക്ക് ഈ വീട്ടിൽ പ്രസവിച്ചവരെ വേദിയിൽ വിളിച്ചു വരുത്തി ഇത് ഹോം ഡെലിവറിക്കുള്ള പ്രൊമോഷൻ അല്ല എന്ന് പറഞ്ഞ് അതിന് പ്രൊമോഷൻ കൊടുക്കാനുണ്ടായ ചേതോവികാരം എന്താണ്? നിങ്ങൾ ഈ കൊടുക്കുന്ന ഈ പ്രവർത്തനം ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ശ്രീ അൽത്താഫ്? അല്ല ഹാഷ്മി, ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വിഷയം മുഴുവൻ കേൾക്കാൻ തയ്യാറാകണം എന്നാണ്. അതായത് അക്യുപങ്ചർ ചികിത്സയും പ്രസവവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അക്യുപങ്ചർ ഒരു നാച്ചുറൽ ചികിത്സയാണ്. പിന്നെ നിങ്ങൾ എന്തിനാണെന്നേ നിങ്ങളുടെ വേദിയിൽ ഞാൻ പറയാം അൽത്താഫെ, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്തിനാണ് നിങ്ങളുടെ വേദിയിൽ വിളിച്ച് ഈ യുവതികളെ ആദരിച്ചത്? ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ പോയി നോക്കി, അക്യുപങ്ചർ അക്കാഡമി എന്ന് പറഞ്ഞ് നിങ്ങൾ മുട്ടിന് വീഡിയോ ഇടുക. നിങ്ങൾ മുട്ടിന് വീഡിയോ ഇടുക. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവമായിരുന്നു, 4ാമത്തെ പ്രസവം പ്രസവിച്ചു, സുഖപ്രസവമായിരുന്നു, ആശുപത്രിയിലേക്ക് പോകേണ്ടതില്ലെന്ന സാമൂഹ്യ വിരുദ്ധ സന്ദേശം നിങ്ങൾ കൊടുക്കുക. അൽത്താഫെ, നിങ്ങൾ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധ പണിയാണ്, ക്രിമിനൽ പണിയാണ്. യു ആർ നോട്ട് ലിസണിങ് മീ ആക്ച്വലി. അതായത് എന്റെ വൈഫ് അലോപ്പതി പ്രസവം പ്രസവിച്ച ഒരു സ്ത്രീയാണ്. എന്റെ വൈഫ് ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ച ഒരു സ്ത്രീയാണ്. അതിനുശേഷം എന്റെ വൈഫും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ പ്രയാസം ഉണ്ടാകുന്നു. അതിനുശേഷം എന്റെ വൈഫ് ഹോസ്പിറ്റലിൽ പോകാൻ വിമുഖത കാണിക്കുന്നു. പിന്നീടുള്ള പ്രസവങ്ങൾ വീട്ടിൽ സംഭവിച്ചു എന്നുള്ളത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അതായത് ഇന്ന് സമൂഹത്തിൽ എന്തുകൊണ്ടാണ് താങ്കളുടെ പേഴ്സണൽ കാര്യമായിക്കോട്ടെ, താങ്കളുടെ പേഴ്സണൽ കാര്യമായിക്കോട്ടെ സാറേ. ശ്രീ അൽത്താഫ് മുഹമ്മദ്, താങ്കളുടെ ഭാര്യയുടെ ആരോഗ്യവും താങ്കളുടെ കുഞ്ഞിന്റെ ആരോഗ്യവും താങ്കളുടെ വ്യക്തിപരമായ കാര്യം മാത്രമല്ലെന്നേ. ഇത് കേരളമാണ്. കേരളത്തിൽ പൊതുജനാരോഗ്യ സംവിധാനം ഉള്ളതാണ്. നിങ്ങൾക്ക് എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിരിക്കാൻ കഴിയില്ല അവിടെ. ശ്രീ അൽത്താഫ്, എങ്കിലും പോട്ടെ. നിങ്ങൾ ഇവിടെ പ്രമോഷൻ നടത്തുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ വീട്ടിൽ പ്രസവിച്ചാൽ എന്തോ ആനക്കാര്യമാണ്, ആശുപത്രിയിൽ പോകുന്ന എന്തോ അധമ പണിയാണ് എന്ന രീതിയിൽ നിങ്ങൾ പ്രചരണം നടത്തുകയാണ്. അൽത്താഫെ, നിങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ പ്രവർത്തനമാണ്. നിങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളെ കൊലക്കി കൊടുക്കലാണ്. ചെയ്യരുത്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രസവം എന്നുള്ളൊരു വിഷയത്തെ ഇന്ന് വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടു? പ്രസവിക്കുന്ന സ്ത്രീകളോട് ചോദിക്കണം. ഗവൺമെന്റ് സംവിധാനങ്ങൾ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് ഫെസിലിറ്റിയുടെ കുറവ് കൊണ്ടാണ് നിങ്ങൾ ഈ വീട്ടിൽ പ്രസവിക്കുന്നത്? ഈ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ അനുഭവം പറയാനുണ്ടാവും. അതൊരു അക്യുപങ്ചർ ചികിത്സയെന്നോ ഏതെങ്കിലും ഒരു ചികിത്സയിലേക്ക് വെച്ച് കെട്ടാനല്ല. എന്റെ ഭാര്യ അടക്കം അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഇതുവരെ സമാധാനം പറയാൻ നിങ്ങൾ വ്യവസ്ഥാപിതമായി ചെയ്യുന്ന പണിയെ പറ്റി ഞാൻ പറഞ്ഞത്. വ്യവസ്ഥാപിതമായി ചെയ്യൽ എന്റെ പേഴ്സണൽ, നിങ്ങൾ വ്യവസ്ഥാപിതമായി ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനത്തെ പറ്റി പറയുന്നേ. നിങ്ങൾ അക്യുഷ് എന്ന് പറയുന്ന ഒരു അക്യുപങ്ചർ അക്കാഡമി ഉണ്ടാക്കുക. നിങ്ങൾ ഒന്നും അറിയാത്ത പാവ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ വീട്ടിൽ പ്രസവിക്കലാണ്, ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നത് നല്ലത് എന്ന പ്രമോഷൻ കൊടുക്കുക. ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നത് എന്തോ മഹാപരാധമാണെന്ന് ഒന്നും അറിയാത്ത മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ ആൾക്കാരെ കൊലക്കി കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ശ്രീ അൽത്താഫ്, ഈ പറയുന്ന വീട്ടിലെ പ്രസവത്തിൽ എത്ര മരണങ്ങൾ ഈ കേരളത്തിലുണ്ടായി? പ്രസവിച്ചുണ്ടാകുന്ന പ്രയാസങ്ങൾ സ്ത്രീകൾക്ക് മാറ്റിക്കൊടുക്കട്ടെ. അങ്ങനത്തെ സ്ത്രീകൾ ആശുപത്രിയിലേക്ക് ക്ഷണിക്കൂ. അവിടെ ഉള്ള വിഷയങ്ങൾ ആരും ഉത്തരവാദിത്തം ഏൽക്കുന്നില്ല. ഇത് ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് പൊതു പ്രശ്നമാണ്. ഇത് സ്ത്രീകളോട് തന്നെ ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് പ്രയാസമാണ്? കഴിഞ്ഞ ദിവസം നിങ്ങളാണ് പൊതുപ്രശ്നം. അൽത്താഫെ, നിങ്ങളാണ് പൊതുപ്രശ്നം. നിങ്ങളാണ് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം എന്തോ മഹാകാര്യമാണെന്ന് പറഞ്ഞ് മനുഷ്യരെ കൊലക്ക് കൊടുക്കുന്ന നിങ്ങളാണ് പൊതുപ്രശ്നം. അല്ലാതെ ഒരു പൊതുപ്രശ്നമല്ല ഇവിടെ. 1300ഓളം കമന്റുകൾ പ്രസവത്തിൽ അഭിനയിച്ച പ്രയാസങ്ങളാണ് അവർ പറഞ്ഞത്. ഹലോ, അതുകൊണ്ട് വീട്ടിലാണ് പ്രസവിക്കുക, അതുകൊണ്ട് വീട്ടിൽ അപ്പുറത്തെ മാടക്കടയിൽ പോയി ബ്ലേഡ് വാങ്ങിച്ച് പുക്കിൾക്കൊടി മുറിക്കുക എന്നൊക്കെ പറയാണോ നിങ്ങൾ? ഒരുക്കി കൊടുക്കണം. ഞാൻ ഒരിക്കലും വീട്ടിൽ പ്രസവിക്കാൻ, ഹോസ്പിറ്റലിൽ പ്രസവിക്കാനേ ഇതിനുള്ള സംവിധാനം അവകാശമല്ല, സ്ത്രീകളുടെ അവകാശമാണ്. പക്ഷെ ഒരു സ്ത്രീ വീട്ടിൽ ഉടായ്പ പറയല്ലേ അൽത്താഫെ. നിങ്ങൾ ആ വേദിയിൽ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആ വേദിയിൽ പറയുന്നത് എന്താന്ന് ബോഡി മേക്സ് നോ മിസ്റ്റേക്ക് എന്നെന്തോ വ്യാജ തിയറി, എന്തോ ഉടായ്പ തിയറി കൊണ്ടാണ് നിങ്ങൾ ആ വേദിയിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ പ്രൊമോഷൻ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന ആശുപത്രിയിൽ ഇപ്പോൾ പ്രസവിക്കുന്നത് എന്തോ മഹാപരാധമാണെന്നാ പറയുന്നത്, വീട്ടിൽ പ്രസവിക്കുന്നത് പുണ്യമാണെന്നാ പറയുന്നത്. ഉണ്ടാകുമ്പോൾ അവർക്ക് ഡിപ്രഷനോ അവർക്ക് സമൂഹത്തിൽ ഒറ്റപ്പെടലോ വരാതിരിക്കാൻ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതെന്റെ ചികിത്സയുടെ ഉത്തരവാദിത്തമല്ല, എന്റെ വ്യക്തിപരമായ എന്റെ താല്പര്യമാണ്. എന്ത് ഉത്തരവാദിത്തം? എനിക്ക് തക്കതായ ഒറ്റ ചോദിച്ചോട്ടെ, ചോദിച്ചോ.
ഈ പ്രസവത്തിന് അക്യുപങ്ചർ പരിഹാരമാണോ? അല്ലെങ്കിൽ അക്യുപങ്ചർ സൂചി കുത്തിയാൽ പ്രസവിക്കാൻ പറ്റുമോ ഈസി ആയിട്ട്? അക്യുപങ്ചറിൽ ഗർഭകാലയളവിനോ പ്രസവത്തിനോ ചികിത്സയില്ല. 100% ഞാൻ പറയുന്നു. ഗർഭകാലയളവിനോ പ്രസവത്തിനോ അക്യുപങ്ചർ ചികിത്സയില്ല. ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു അക്യുപങ്ചറിസ്റ്റിനെ അങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു പരസ്യമായി പ്രഖ്യാപിക്കുകയും വീട്ടിൽ പ്രസവിക്കുന്നത് മഹത്തരമാണെന്ന് പറയുകയും ആശുപത്രി പ്രസവിക്കുന്നത് എന്തോ തെറ്റാണ് എന്ന സന്ദേശം കൊടുക്കുകയും പ്രമോഷൻ ചെയ്യുന്നത് ക്രിമിനൽ പ്രവർത്തനമാണ്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. നിങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ്. അൽത്താഫ്, നിങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ്. ശുദ്ധി ശരിയായിരിക്കാം. നിങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ വരാറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾ ചെയ്യുന്ന നിയമവിരുദ്ധ പണിയാണ്, നിങ്ങൾ ചെയ്യുന്ന ക്രിമിനൽ പണിയാണ്, ശ്രീ അൽത്താഫ്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീമതി ഡോക്ടർ ഷിംന ആസിഫ്, ഇതാണ് ഡോക്ടർ ഷിംന. കേൾക്കുന്നുണ്ട് ഹാഷ്മി, ശരി 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 ഡോക്ടർ ഷിംന ശരി, ഓക്കെ, മനസ്സിലായി.